ഫ്രണ്ട്സ്, ബ്രെയിൻ ബൂസ്റ്റ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ HMPV വൈറസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. കോവിഡ്-19 പാൻഡമിക്കിന് 5 വർഷത്തിനു ശേഷം ചൈനയെ ഹ്യൂമൻ മെറ്റാപ്ന്യൂമ വൈറസ് കീഴടക്കിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. വൈറസ് അതിവേഗം പടരുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും കോവിഡിനോട് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ചൈനയിലുള്ളതെന്നും ഈ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു. മാത്രമല്ല, വൈറസിന്റെ വ്യാപ്തി കാരണം ചൈനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പോലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയധികം ആളുകളെ എളുപ്പത്തിൽ കീഴടക്കിയ HMPV വൈറസ് എന്താണ്? വൈറസിന്റെ അപകട സാധ്യതകൾ എത്രത്തോളമാണ്? പരിശോധിക്കാം. എന്താണ് HMPV വൈറസ്? ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് HMPV. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും വൈറസിന് കീഴ്പ്പെടുത്താൻ കഴിയും. കൊച്ചുകുട്ടികൾ, പ്രായമായവർ എന്നിവരെ കൂടാതെ ഉയർന്ന പ്രതിരോധ ശേഷിയുള്ളവർക്ക് പോലും HMPVയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞെന്ന് വരില്ല. 2001 HMPV വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. മറ്റ് ശ്വാസകോശ സംബന്ധമായ അണുബാധകളെ പോലെ ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ് HMPVയുടെയും ലക്ഷണങ്ങൾ. എന്നാൽ അതിതീവ്രമായ കേസുകളിൽ മാത്രം വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതയിലേക്ക് വഴിമാറും. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. എങ്കിലും അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്ത കാലയളവിൽ നീണ്ടു നിൽക്കുമെന്ന് മാത്രം. കോവിഡ് പകരുന്നതിനോട് സമാനമായി ചുമ, തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴി HMPV ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും. അതുപോലെ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കം, മലിനമായ പ്രതലങ്ങളിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുക തുടങ്ങിയ സാഹചര്യങ്ങളിലും വൈറസ് പകരും. വൈറസ് ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ദുർബലമായ പ്രതിരോധ ശേഷിയുള്ള വ്യക്തികൾക്കും ഉയർന്ന അപകട സാധ്യതകൾ ഉണ്ടാക്കും. ആയതിനാൽ രോഗലക്ഷണങ്ങൾ വന്നതിനു ശേഷം പനി മാറ്റമില്ലാതെ 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ എത്തേണ്ടത് പ്രധാനമാണ്. ആരോഗ്യമുള്ള ജീവിതശൈലികൾ പാലിച്ച് ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.